വചനം 23 വാക്കർത്ഥം. ഇന്ന നഹ്നു നിശ്ചയമായും നാം തന്നെ, നസ്സൽന അവതരിപ്പിച്ചു അഥവാ ഇറക്കി, അലൈക്ക നിൻ്റെ മേൽ, അൽ ഖുർആന ഖുർആനെ, തൻസീലൻ ഒരു അവതരിപ്പിക്കൽ അഥവാ ഇറക്കൽ. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ നിശ്ചയമായും നാം തന്നെയാണ് നിൻ്റെ മേൽ ഖുർആൻ ഒരു ക്രമേണയായുള്ള അവതരിപ്പിക്കൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വചനം 24 വാക്കർത്ഥം. ഫസ്ബിർ അതിനാൽ ക്ഷമിക്കുക, ലിഹുക്മി വിധിക്ക്, റബ്ബിക നിൻ്റെ റബ്ബിൻ്റെ, വലാ തുതി അനുസരിക്കുകയും അരുത്, മിൻഹും അവരിൽ നിന്ന്, ആസിമൻ ഒരു പാപിയെയും, ഔ കഫൂറൻ അല്ലെങ്കിൽ അവിശ്വാസിയായുള്ളവനെ അഥവാ നന്ദി കെട്ടവനെ. فاصبر لحكم ربك ولا تطع منهم آثما أو كفورا അതിനാൽ നിന്റെ രക്ഷിതാവിൻ്റെ വിധിക്ക് നീ ക്ഷമിച്ചുകൊള്ളുക, അവരിൽ നിന്ന് യാതൊരു പാപിയെയോ അവിശ്വാസിയായുള്ളവനെയോ നീ അനുസരിക്കുകയും ചെയ്യരുത്. വചനം 25 വാക്കർത്ഥം. വദ്കുർ നീ സ്മരിക്കുക അഥവാ കീർത്തനം ചെയ്യുക, ഇസ്മി റബ്ബിക നിൻ്റെ റബ്ബിൻ്റെ നാമം, ബുഖ്റതൻ കാലത്ത് അഥവാ രാവിലെ, വ അസീലൻ വൈകുന്നേരവും. واذكر اسم ربك بكرة وأصيلا രാവിലെയും വൈകുന്നേരവും നിന്റെ റബ്ബിൻ്റെ നാമം നീ സ്മരിക്കുകയും ചെയ്യുക. വചനം 26 വാക്കർത്ഥം. വ മിനൽ ലൈലി രാത്രിയിൽ നിന്നും തന്നെ, ഫസ്ജുദ് ലഹു അവന് നീ സുജൂദ് ചെയ്യുക, വസബ്ബിഹു അവനെ പ്രകീർത്തനം ചെയ്യുക അഥവാ വാഴ്ത്തുക, ലൈലൻ രാത്രി, ത്വവീലൻ നീണ്ട സമയം, ദീർഘിച്ച സമയം. ومن الليل فاسجد له وسبحه ليلا طويلا രാത്രിയിൽ നിന്നും തന്നെ അല്പനേരം നീ അവന് സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. ഒരു നീണ്ട സമയം രാത്രി അവന് തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുകയും ചെയ്യണം. 23 മുതൽ 26 വരെ വചനങ്ങളുടെ വിശദീകരണം. ഖുർആനെ ഒന്നായി അവതരിപ്പിക്കാതെ സന്ദർഭമനുസരിച്ച് ഗഡുക്കളായും സാവകാശമായും അവതരിപ്പിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റിയാണ് 23-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ചാണെന്നും അത് തൃപ്തിപ്പെട്ടുകൊള്ളണമെന്നും സഹനത്തോടും ക്ഷമയോടും കൂടി കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കണമെന്നും അതിനെതിരിൽ വിലങ്ങടിക്കുന്ന ഏത് പാപികളെയും നിഷേധികളെയും അനുസരിക്കുകയോ അവർക്ക് വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കൽപ്പനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ മനോധൈര്യവും ദൃഢമനസ്കതയും ഉളവാക്കുന്നതാണെന്ന് പറയേണ്ടതില്ല. മാനസിക ശക്തിയും ആത്മീയ പരിശുദ്ധിയും വളർത്തുന്നതാണ് നമസ്കാരം, തസ്ബീഹ്, ദിക്ർ മുതലായ കർമ്മങ്ങൾ. അതുകൊണ്ട് അവയെപ്പറ്റിയും പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. വസ്തഈനു ബിസ്സബ്രി വസ്വലാഹ് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടിക്കൊള്ളുക എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പ്രസ്താവിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും റബ്ബിൻ്റെ നാമം സ്മരിക്കുക എന്ന് പറഞ്ഞതിൽ സുബഹ്, ളുഹർ, അസുർ എന്നീ നമസ്കാരങ്ങൾ മുഖേനയുള്ള സ്മരണയും, രാത്രി കുറച്ച് സമയം സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞതിൽ മഗ്രിബും ഇശാഉം ഉൾപ്പെടുന്നതാണ്. രാത്രി ദീർഘനേരം തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം നടത്തണമെന്ന് പറഞ്ഞതിൽ രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം തുടങ്ങിയ ദിക്റുകളും ഉൾപ്പെടുന്നു. അഥവാ ഇതുപോലെയുള്ള കൽപ്പനകളുടെ പ്രായോഗിക രൂപങ്ങളായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം സമുദായത്തിന് കാണിച്ചു തന്നിരിക്കുന്നത്. ദിക്ർ, തസ്ബീഹ്, സുജൂദ് എന്നിവയെപ്പറ്റിയും മേപ്പടി സമയങ്ങളെപ്പറ്റിയും സൂറത്ത് അൻകബൂത്ത് 45, സൂറത്ത് റൂം 17-18 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്.